മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എന്നെ ഉടർപ്പമായിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധമായ നോയമ്പുകാലം 27-ാം ദിവസമാണ്. നമുക്ക് 2 സങ്കീർത്തന പാഠങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയമേ കാണുകയുള്ളൂ. സങ്കീർത്തനങ്ങൾ 78 ചരിത്രം നൽകുന്ന പാഠം, സങ്കീർത്തനങ്ങൾ 79 ഇസ്രായേലിനെ മോചിപ്പിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സങ്കീർത്തനങ്ങൾ 115, 18, 145, 18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നമുക്ക് വിശ്വാസത്തോടെ, ഹൃദയ പരമാർത്ഥതയോടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ തിരുമുൻപിൽ പ്രത്യാശയോടെ ആയിരിക്കാം. 78-ാം സങ്കീർത്തനം, ചരിത്രം നൽകുന്ന പാഠം. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാനൊരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി, ഇസ്രായേലിന് നിയമവും. അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യക്കാരും മത്സരബുദ്ധികളും ചഞ്ചലഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരുമാകരുത്. പില്ലാളികളായ എഫ്രായിംകാർ യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടി. അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല. അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല. അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു. അവിടുന്ന് ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണുകെ അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു. അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി. പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു. അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്നും സമൃദ്ധമായി ജലം നൽകി. പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാലൊഴുക്കി. ജലം നദി പോലെ ഒഴുകി. എന്നിട്ടും അവർ അവിടത്തേക്ക് എതിരായി കൂടുതൽ പാപം ചെയ്തു. അത്യുന്നതനോട് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു. അവർ ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? അവിടുന്ന് പാറയിൽ അടിച്ചു, ജലം പൊട്ടിയൊഴുകി, നീർച്ചാലുകൾ കവിഞ്ഞു. എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ? ഇത് കേട്ട് കർത്താവ് ക്രുദ്ധനായി. യാക്കോബിന്റെ നേരെ അഗ്നി ജ്വലിച്ചു, ഇസ്രായേലിന്റെ നേരെ കോപമുയർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല. എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു. അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു. സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു. അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു. അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു. അവർ ഭക്ഷിച്ച് സംതൃപ്തരായി. അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി. എന്നാൽ അവരുടെ കൊതിക്കു മതി വരും മുൻപ് തന്നെ ഭക്ഷണം
വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവർക്കെതിരെ ഉയർന്നു. അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു, ഇസ്രായേലിലെ യോദ്ധാക്കളെ സംഹരിച്ചു. എന്നിട്ടും അവർ വീണ്ടും പാപം ചെയ്തു. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു. അവരുടെ സംവത്സരങ്ങൾ ഭീതിയിൽ ആണ്ടുപോയി. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടത്തെ തേടി. അവർ അനുതപിച്ചു ദൈവത്തിങ്കലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തന്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ കടന്നുപോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു. അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടത്തോട് മത്സരിച്ചു. എത്രയോ പ്രാവശ്യം വിജയന പ്രദേശത്ത് വെച്ച് അവിടത്തെ ദുഃഖിപ്പിച്ചു. അവർ വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അവർ അവിടത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല. അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി. അരുവികളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു. അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു. അവിടുന്ന് തവളകളെ അയച്ചു. അവ അവർക്ക് നാശം വരുത്തി. അവരുടെ വിളവുകൾ കമ്പിളിപ്പുഴുവിനും അവരുടെ അധ്വാനഫലം വെട്ടുക്കിളികൾക്കും വിട്ടുകൊടുത്തു. അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കന്മഴ കൊണ്ടും സിക്കമൂർ മരങ്ങളെ ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഇരയാക്കി.